നമ്മളിന്നൊരു ഓണം സെലിബ്രേഷൻ വന്നെയാണ്. കല്യാണത്തിന് കൊടുക്കാനുള്ള ഡ്രോയിങ് മറന്നു വെച്ചുകൊണ്ട് അത് ഏട്ടൻ കൊടുത്തിട്ടാണ് ഇന്നത്തെ തുടക്കം. ഫെലോഷിപ്പിന് ഭാഗമായിട്ട് ദിയ വയനാട് വൈത്തിരിയിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ഓണം സെലിബ്രേഷൻ നമ്മളെ ക്ഷണിച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് ഇന്ന് പോകുന്നത്. എല്ലാ ഓണത്തിനും എവിടെ ചെന്നാലും നമ്മളെ കൊണ്ട് തന്നെയാണ് പൂക്കൾ എടുക്കുന്നത്. ഇപ്രാവശ്യം അതിനൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. പൂക്കളൊക്കെ ഇട്ട് ക്ഷീണിച്ചിരിക്കുമ്പോൾ നമുക്ക് ചേച്ചിമാർ വന്നാലും പായസം ഉണ്ടായിരുന്നു. പായസം കുടിച്ച് നമ്മൾ നേരെ കിടക്കുന്നത് ഓണക്കളികളിലോട്ടാണ്. അവിടെ നിന്ന് കുട്ടികൾക്ക് മുതിർന്നവർക്ക് അവിടുത്തെ ഓട്ടോ ചേട്ടന്മാർക്ക് നമ്മൾ പായസം കൊടുത്തത്. ഞാൻ ഒഴികെ എല്ലാവരും നാടൻപാട്ട് പഠിക്കുന്നുണ്ട്. അത് വെച്ചായിരുന്നു നമ്മൾ തുടക്കം. പിന്നെ മഴ എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ഉള്ള കസേര മൊത്തം പുറത്തിട്ട് നമ്മൾ കസേരകളി ആരംഭിച്ചു. മഴയായിട്ട് പോലും ഓണപ്പരിപാടിയിൽ ആർക്കും ഒരു ആവേശക്കുറവുണ്ടായിരുന്നു. കുട്ടികളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ എല്ലാവർക്കും ഫുൾ എനർജി ആയിരുന്നു. അത് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കി. നമ്മുടെ ഓണപ്പരിപാടിന്റെ ആദ്യത്തെ പാർട്ട് കുട്ടികളെ വെച്ചാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ പാർട്ട് വലിയവരെ വെച്ചായിരുന്നു. ഇതിൽ ഏതാ കുട്ടികൾ ഏതാ വലിയവരൊന്നും മനസ്സിലായില്ല. കാരണം എല്ലാവരും ഫുൾ വൈബിലായിരുന്നു. പരിപാടിയുടെ അവസാനം നമ്മൾ ചെറിയ രീതിയിലുള്ള പാട്ടും ഡാൻസ് ഒക്കെ ആയിട്ടാണ് 2 മണിയോടെ പരിപാടി നിർത്തുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കേണ്ട വെച്ച് നമ്മൾ പോകുന്നത് അൽറീമിലോട്ടാണ്. സദ്യക്കല്ല മന്തി. വീട്ടിലോട്ട് പോകുന്ന വഴി മഴ കണ്ടപ്പോൾ നിർത്തിയാട്ടെ. ഏതൊരു പോസ്റ്റ് ഓഫീസിന്റെ അടുത്താണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രസ്സിന്റെ ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കിയതാണ്. പക്ഷേ മഴയൊക്കെ കാരണം അതേപോലെ തന്നെ സ്റ്റോറേജ് ഇല്ലാതെ ഓരോ കാരണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം. നമുക്ക് വേറെ വീഡിയോയിൽ കാണാം. ബൈ.